അരുണാചൽ പ്രദേശിൽ വീണ്ടും അവകാശവാദം ഉന്നയിച്ച് ചൈന. എക്കാലത്തും അരുണാചൽ പ്രദേശ് തങ്ങളുടേതെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞു. ഇന്ത്യയുടേത് അനധികൃത കയ്യേറ്റമെന്നാണ് ആരോപണം. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. രാധാകൃഷ്ണൻ, അരുണാചൽ പ്രദേശ് സംബന്ധിച്ച് എല്ലാ കാലവും തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ വിഷയത്തിൽ ചൈനയുടെ പ്രതികരണം, ഒപ്പം ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു അവകാശവാദത്തിൽ ഒരു പ്രതികരണവുമായി ഇപ്പോൾ എത്തിയിട്ടുണ്ട്? മാർച്ച് 9-നാണ് പ്രധാനമന്ത്രി അരുണാചൽ പ്രദേശ് സന്ദർശിച്ചത്. അന്ന് മുതൽ ഏതാണ്ട് 4 തവണകളായിട്ടാണ് ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇതേ അവകാശവാദം ഉന്നയിക്കപ്പെടുന്നത്. ഇന്നലെ അത് വീണ്ടും ചൈന ശക്തമായിട്ട് ഉന്നയിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഇതിനുള്ള മറുപടി കഴിഞ്ഞ ശനിയാഴ്ച തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മുഖേന നൽകിയിരുന്നു. ചൈന ഉന്നയിക്കുന്ന അവകാശവാദം അവർക്ക് തന്നെ തെറ്റെന്നറിയാവുന്നതും പ്രകോപിപ്പിക്കാൻ വേണ്ടിയുള്ളതും ആണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അനുബന്ധമായിട്ട് ഇന്നും ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ പ്രതികരണം ഉണ്ടാകും. ചൈന ഇപ്പോൾ പറയുന്നത് അവർ ഈ അരുണാചലിനെ വിളിക്കുന്നത് സാങ്നാൻ എന്നാണ്. ആ മേഖലയെ അരുണാചൽ പ്രദേശിനെ അവർ വിളിക്കുന്നത്. സാങ്നാൻ തങ്ങളുടെ അവിഭാജ്യ ഘടകം ആണെന്നാണ് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുടേത് അനധികൃത കൈയേറ്റമെന്നും ചൈന ഇപ്പോൾ പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇക്കാര്യത്തിലുള്ള നിലപാട് ഇന്ത്യ ഇന്ന് വ്യക്തമാക്കും. അന്താരാഷ്ട്ര വേദികളിലടക്കം ഇന്ത്യ ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ഭരണപരമായിട്ടുള്ള മേഖലയാണ് അരുണാചൽ പ്രദേശ്. അത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും ഇന്ത്യ വ്യക്തമാക്കി. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.